അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന കിഡ്സ് ക്യാപിറ്റലിലാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോയുടെ മുകളിലത്തെ കിഡ്സ് ക്യാപിറ്റലിലാണ്. ഇവിടെ ഫുള്ള് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിള്ളേർക്ക് എവിടെ വീണാലും ഒന്നും പറ്റാത്ത രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ അമ്മമാർക്കും പിള്ളേർക്കും ഒക്കെ ഒരുമിച്ച് കയറാൻ പറ്റുമേ. പിന്നെ ഇവിടെയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും കയറി. അപ്പോൾ പിന്നെ ഇവിടെ ചാടാണ്ടിരുന്ന് കഴിഞ്ഞാൽ മോശമല്ലേ. പിന്നെ ഒരു കൊച്ചിട്ടപ്പോഴത്തേക്കും വീണു. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഞാനും ആ ബോളെടുത്ത് അങ്ങ് ബാസ്കറ്റ് ബോൾ കളിച്ചത്. അപ്പം അങ്ങനെ ബാസ്കറ്റ് ബോൾ കളിച്ച് വീണൊന്നുമില്ല, എന്നാലും കളിച്ച് നോക്കി. പിന്നെ ഈ സിപ്പ് ലൈനാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ എന്നാലും ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും ഇതിങ്ങനെ ആടുമ്പോഴത്തേക്കും. കിടന്ന് ഡാൻസ് കളിക്കണ പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് വീണ് കഴിഞ്ഞാലൊന്നും പറ്റാത്തില്ലെന്നുള്ള ഒരു ആശ്വാസം, ഒരു ആത്മവിശ്വാസം എനിക്കുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അടി മൊത്തം സ്പോഞ്ചാണ് കേട്ടോ. അപ്പം എന്തായാലും ചാടാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാടിക്കോ, ഒന്നും പറ്റത്തില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ചാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ലാസ്റ്റ് ഒരു സിപ്പ് ലൈനിലേക്ക് ചാടിയപ്പോഴത്തേക്കും കുറച്ച് വീഴാൻ പോയി. ഞാനൊരു നോട്ടം നോക്കി, അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടിയായിട്ടോ. പിന്നെ രണ്ടാമത്തത് ഇതാണ്. ഇത് കണ്ട ഇവൻ ഭീകരനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അയ്യേ, എന്നെ പിടിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ഇവൻ ഭീകരനാണെങ്കിലും ഇവൻ നമ്മളെ പതുക്കെ തട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഓടി ഓടി കളിക്കുന്നുണ്ട്. എന്തായാലും ഇവൻ എന്നെ തട്ടിയിട്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടിയാവണുണ്ടല്ലോ. എന്തായാലും എനിക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ അവൻ എന്നെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ പുറകെ പോണത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. കുറേ സ്ഥലത്ത് സ്റ്റുഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇരുമ്പനത്തെ സ്റ്റുഡിയോ കേട്ടോ. പിന്നെ ഇത് പേടിച്ച് ഞാൻ ചാടി ഓടി. പിന്നെ ഈ ഒരു സാധനം വട്ടത്തിൽ കറങ്ങും. അപ്പോൾ ഇതിനകത്ത് കയറാൻ കുറച്ച് പാടാണ്. എന്നാലും കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാനങ്ങനെ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു വിധത്തിൽ പഠിച്ച് ഞാൻ അതിൻ്റെ മുകളിലേക്ക് നിൽക്കാനും നോക്കി. പിന്നെ നിന്ന് കഴിഞ്ഞിട്ട് എണീക്കാനായിട്ട് ഇരുന്നിട്ട് ചാടാനായിട്ട് കുറച്ച് പാടായിരുന്നു. പിന്നെ അമ്മയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം രക്ഷിക്കാൻ വന്നെങ്കിൽ ഇപ്രാവശ്യം ഞാൻ തന്നെ ചാടണമെന്ന് പറഞ്ഞിട്ട് നീന്തി പോയി. ഞാൻ ഒരു വിധത്തിൽ ചാടി. ഇനി